ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യട്ടോ. പിന്നെ മുന്നത്തെ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ എന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ അതിന് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നും വീഡിയോ ചെയ്യാത്തത്. മാക്സിമം നമ്മൾ ശ്രമിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ടാക്കുക. രാവിലെ തന്നെ നല്ല മഴ തന്നെയാണ് കേട്ടോ. മഴ ഉള്ള ദിവസം തന്നെയാണ് തോന്നുന്നുണ്ട് ഇന്നും. അപ്പോൾ ഞാൻ രാവിലെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് മക്രോണിയാണ് കേട്ടോ, പാസ്തേന്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ട്. വിരുന്നുകാരല്ല, വീട്ടുകാർ തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും നാത്തൂനും പിന്നെ ഒരു ഏടത്തിയാണുള്ളത്. അവർ വരുന്നുണ്ട്, മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുളം ഒക്കെ കണ്ടിട്ട് കുളത്തിൽ കുളിക്കാനും, അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും പിന്നെ അവർക്ക് ഈ മഴക്കാലമൊക്കെ ഉണ്ടെങ്കിൽ കുളത്തിലൊക്കെ നല്ല വെള്ളം നിറയല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ വരലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുളത്തിലിറങ്ങാനും കുട്ടികൾക്ക് ഇവിടെ തോടുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ അവർക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിനായിട്ട് ഇവർ വരികയാണ്. അപ്പോൾ എളുപ്പം എന്തുണ്ടാക്കാമെന്ന് നോക്കിയിട്ട് പിന്നെ പാസ്ത ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. പാസ്ത ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, കുറച്ച് സോഫ്റ്റ് അല്ല, അപ്പോൾ ഉമ്മാക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കിയിട്ട് വേഗം കഴിച്ചിട്ട് ഓരോരോ പണികളായിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് കരുതി. ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കലുണ്ട്. പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇത് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ആക്കി എടുക്കാൻ എപ്പോഴും വെക്കും. ഇഷ്ടമുള്ള ഓരോന്നാണിത്. ഞാൻ പറഞ്ഞല്ലോ, സാധനങ്ങൾ കൊണ്ടുമ്പോൾ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ് അതൊക്കെ നോക്കിയിട്ട് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ കൊണ്ടു വെക്കലുള്ളത്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ഒരു മാസത്തിന് അങ്ങനെ സാധനത്തിനൊന്നും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെജീസൊക്കെ ഒന്ന് ചിക്കനും മുട്ട ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഈ പാസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറയുക, ഇതുണ്ടായിരുന്നു, ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പിന്നെ ഉരുളൻകിഴങ്ങ്, ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടാണ് നമ്മളത് പാസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാനിതാ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴ അങ്ങോട്ട് പെയ്തിട്ട് പിന്നെ ഇതാ കുറച്ച് വെയിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയൊക്കെ. ഇങ്ങനെയാണ്, ചിലപ്പോൾ ഇങ്ങനെയാണ് കുറച്ചൊരു വെളിച്ചം അങ്ങോട്ട് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇരുണ്ടുകാണ്ട് വന്നിട്ട് വീണ്ടും മഴ പെയ്യും. അങ്ങനെയൊക്കെയാണ് മഴയുടെ അവസ്ഥ. മുറ്റം ഞാൻ എന്നൊന്നും അടിക്കലില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്നും അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇലകൾ പൊഴിയലുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡിൽ. അപ്പോൾ അവിടെ ഒരു മാവുണ്ട്, പിന്നെ വേറൊരു ചെടിയുണ്ട്, പിന്നെ പുറത്തൊരു ആര്യവേപ്പിൻ്റെ ഒരു മരം കേട്ടോ. അതിൽ നിന്ന് കാറ്റടിച്ച് കണ്ട് ഇങ്ങനെ മുറ്റത്ത് ഈ മെറ്റലിൽ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അതൊരു മഴ ചെയ്യുമ്പോഴൊക്കെ കണ്ട് നല്ല കുറച്ചും കൊണ്ട് ഇതായി പോവും, ഉള്ളിൽ പോവും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അടിക്കാനാണ്, കുറച്ച് ടൈം എടുക്കും മുറ്റടിക്കാൻ. അപ്പോൾ ഞാൻ മടിയാണ് എനിക്ക് മുറ്റടിക്കുമ്പോൾ കൂടുതൽ ഇലകൾ ഇങ്ങനെ പെറുക്കി കളയാനാണ് നിൽക്കൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് അടിക്കണം. എനിക്ക് ഉള്ളത് ഒരു ബ്രദറും പിന്നെ ഒരു ഏട്ടത്തിയാണ്, ജ്യേഷ്ഠത്തിയാണ്. ഞാനാണ് ചെറുത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 3 മക്കളെ ഉള്ളൂ. അപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചിരിക്കണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി എന്ന് കേട്ടോ. ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അവർ എപ്പോഴെങ്കിലും അവരെ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. കാരണം ഒരുപാട് സംസാരിക്കും ഞങ്ങൾ കേട്ടോ. 1 മണി വരെ 2 മണി വരെയൊക്കെ രാത്രി ഞങ്ങളായാലും ഏടത്തിയായാലും നാത്തൂനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയട്ടോ. ഉള്ള ജീവിതം ഇപ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞു പോയതാണ് ജീവിതത്തിൽ. കാരണം തന്നെയാണ് അസുഖങ്ങൾ, ഉമ്മാൻ്റെ അസുഖങ്ങളും ഉപ്പാക്കും ഒക്കെ ആയിട്ടുള്ള ഓരോരോതായിട്ട് മരണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളിലൂടെ വന്ന് പോയതാണ്. അപ്പോൾ ആ ഒരു വേദന ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ ഇവരെ കാണുമ്പോൾ ഞങ്ങൾ കുറേ സംസാരിക്കും. ഞാൻ പറഞ്ഞില്ല, 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ഞങ്ങളെ എങ്ങനെയാണ് ഞങ്ങളെ ഉപ്പിമ്മയും വളർത്തിയിട്ടുള്ളത് എന്നിട്ടുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഉപ്പിമ്മയും അങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അവർ പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് പിന്നെ മക്കളെ നന്നായിട്ടാണ് അവർ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് പ്രായമാവണതിൻ്റെ മുന്നേ ഉമ്മാക്കൊന്നും പ്രായമായിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും അസുഖം വന്നു, അങ്ങനെ മരിച്ചതാണ്. അപ്പോൾ ആ ഒരു നമ്മൾ കുറേ പ്രായമായിട്ടൊക്കെ കിടന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്നുള്ള മരണങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ എന്തായാലും വരും. പക്ഷെ നല്ല 2 വ്യക്തികളായിരുന്നു അവർ. അവരുടെ മക്കളായിട്ട് ജനിച്ചതിൽ എനിക്ക് എപ്പോഴും
എപ്പോഴും ഒരു അഭിമാനമായിട്ട് തോന്നലുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം എന്നിലുണ്ടെന്നുണ്ടെങ്കിലും അത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഒരു നന്നായിട്ട് നമ്മളെ വളർത്തിയതുകൊണ്ടാണല്ലോ മറ്റുള്ളവരായിട്ട് നന്നായിട്ട് പെരുമാറാനും നമുക്ക് ഇടപഴകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വ്യക്തിത്വം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് എൻ്റെ ഉപ്പിമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഞങ്ങളെ ഫാമിലിയിൽ എല്ലാവർക്കും ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള ആളുകളെക്കാട്ടിലും കൂടുതൽ ഫാമിലിയുള്ള ആളുകളെക്കാട്ടിലും ഞങ്ങളെ കാണുമ്പോൾ എവിടെ ഉള്ളവരും ഞങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി വന്നിട്ട് കെട്ടിപ്പിടിക്കലുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് തോന്നും ഉമ്മാനോടും ഉപ്പാനോടും ആ സ്നേഹമാണ് ഞങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളത്. അവരെങ്ങനെയാണ് ഏത് മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിലും ചിരിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ആളുകളാണ്, ഭക്ഷണം കൊടുക്കുന്നവരാണ്. അപ്പോൾ നല്ലൊരു വ്യക്തിത്വം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അവരാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ മോന് അവിടെ ഉണ്ട് കേട്ടോ. വന്നിട്ട് ഇന്നിപ്പോൾ ക്ലാസ്സില്ല, ശനിയാഴ്ചയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് അവിടെ ഒരു ഇതുണ്ടല്ലോ, ഫിഷ് പോണ്ട് ഉണ്ടല്ലോ, അതിൽ കുറച്ച് മീനൊക്കെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ വന്നിങ്ങനെ നോക്കണ്, ഞാൻ എൻ്റെ പണി ഇങ്ങനെ എടുക്കുന്നുണ്ട്. സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല എന്നുള്ളതാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. പുറത്തേക്ക് പോകുമ്പോഴും ഇപ്പോൾ എവിടെയെല്ലാം പോകുന്നുണ്ട് അവിടെയൊക്കെ ഉമ്മാനും കൊണ്ടുപോയിരുന്നു. കുറേ നേരം വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നതും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുക്കുന്നതും ഉപ്പാക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പണിയെടുത്ത് തീരണം എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഫാമിലീസിനായാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ എല്ലാ ബിസിനസ്സിലും ഉമ്മയും കൂടിയും പങ്കാളിയായിരുന്നു. ബിസിനസ്സിന് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഉമ്മ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും പങ്കാളിത്ത സ്ത്രീകൾക്ക് വേണമെന്ന് ഉപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കട്ടെ. നമുക്കൊരു ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു പെണ്ണായിട്ട് പിറന്നതുകൊണ്ട് നമുക്കിങ്ങനെ അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടണം അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലി മാത്രം എടുക്കണം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മളെ പാർട്ട്ണറൊക്കെ ഒപ്പം കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു സ്ത്രീ എന്നുള്ളത് അടുക്കളയിൽ ഒതുങ്ങി കൂടാനുള്ളതാണെന്നുള്ളത് നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം എടുത്ത് കളയണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുള്ളൂ. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ കയറി പറ്റിയവരായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ എന്നുള്ളത്, ഉമ്മയും ഉപ്പയും. അപ്പോൾ ഞാൻ വിചാരിക്കും അവരുടെ മോളായത് കൊണ്ടായിരിക്കും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ അതങ്ങനെ അടിച്ചുവാരലൊക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ സ്ത്രീകളിങ്ങനെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുക, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് വരാതിട്ടാ. എന്ത് കാര്യത്തിനും എനിക്ക് ഹസ്ബൻഡ് ഇല്ലാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാതെ ആ കാര്യം എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഞാനൊരു പെണ്ണാണ് അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ള കാരണം കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ആ ചിന്തയെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലങ്ങളിങ്ങനെ കഴിക്കും തോറും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് നമ്മളെ കഴിവുകൾ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളെ മനസ്സിനോട് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ചിലർക്ക് ഡ്രൈവിങ്ങിനോട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ ഡ്രൈവിങ് ഇഷ്ടമുണ്ട്, ഞാനൊരു പെണ്ണായ കാരണം കൊണ്ട് എനിക്കത് പറ്റൂല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, കുറേ ആളുകളുണ്ട്. അതും തെറ്റാണ്. അപ്പോൾ നമ്മൾ അതിന് പരിശ്രമിക്കണം. ഇന്നത്തെ ഒരുപാട് കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലേക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ള കാര്യം നമ്മളതുകൊണ്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുറ്റടിക്കൽ കഴിഞ്ഞു, പിന്നെ ഇത് സിറ്റ് ഔട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് കഴുകണുണ്ട്. അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇനി ഉള്ളിലേക്ക് കയറുകയാണ്. എപ്പോഴും എനിക്ക് ഈ ഫ്രണ്ട് ഭാഗം കൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ഉള്ളിലേക്ക് കയറുക, പിന്നെ നമ്മൾ വാതിലടച്ചിട്ട് ഉള്ളിൽ നിന്നുകൊണ്ട് പണിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരു സമാധാനം അങ്ങനെ കിട്ടും. അതങ്ങനെ ഒരു ശീലമായിപ്പോയി. ആദ്യം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി വരിക. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടാവും കേട്ടോ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ പണി വേഗം നമുക്കത് തീർക്കാം അല്ലേ.
അപ്പോൾ ഞാൻ കുറേ ഉപ്പാനും ഉമ്മാനെയും പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നത് എന്തൊക്കെ ഫാമിലീസിൽ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഉണ്ടായാലും ഒരാളോടും ഒരു മോശം ഒരു സംസാരം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എത്ര അവരോട് അല്ലെങ്കിൽ ആര് മക്കൾക്ക് പ്രശ്നം ഉണ്ടായാലും ഒക്കെ ഒരു ഫാമിലി പോയിട്ടും അവരൊരു വാക്ക് പോലും ഒരാളോട് എതിർത്തിട്ട് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അപ്പം ഞാൻ ചിന്തിക്കും ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകൾ അവരാണെന്ന് എനിക്ക് തോന്നിയിട്ടാ. അത് എൻ്റെ ഉപ്പയമ്മയായതുകൊണ്ട് ഞാൻ പറയില്ല. മറ്റൊരു പുറത്ത് ഞാനൊരാൾക്കാരെ അങ്ങനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവും അതിനേക്കാളും നന്നായിട്ട് അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമായിരിക്കും. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു അവർ. എന്തായാലും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ ദുആയിലും കൂടി അവരെ ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി ഇതാ എല്ലാവരും ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ അടിച്ചു വരുന്നില്ല. വൈകുന്നേരം ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഈ ക്ലീൻ ആക്കാനുള്ള ഒരു കാര്യമാണ്. വൈകുന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിടും. എന്തെങ്കിലും അതിനൊരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ അടിച്ചു വരലുണ്ട്. അപ്പോൾ അത് എല്ലാവരും പറയും രാത്രി അടിച്ചു വരാൻ പാടില്ല, ബർക്കത്ത് ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടോ. ബ്രഷായിട്ട് ജസ്റ്റ് ഒന്നും കണ്ട് എന്തെങ്കിലും ഒരു പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആ ബ്രഷായിട്ട് കണ്ട് തട്ടിക്കൊണ്ടു കിട്ടും. അതെന്തോ എനിക്കത് താഴത്തെ കെടുക്കണ കണ്ട ഒരു എന്തോ മാതിരി തോന്നും. അതുകൊണ്ടാണത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും അടിച്ചു വരാനൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തുടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അടിച്ചു വരാത്ത സമയങ്ങളിൽ ഞാൻ 2 പ്രാവശ്യമൊക്കെ തുടക്കും. നന്നായിട്ടൊന്ന് തുടക്കും. അപ്പോൾ നല്ല ക്ലീനായിരിക്കും. പിന്നെ സ്റ്റെപ്പ് ഞാൻ തുടക്കുമ്പോൾ എന്നും തുടക്കലുണ്ട് കേട്ടോ. മുകളിൽ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്ന് തുടച്ചിടും. നമ്മളിങ്ങനെ ഇപ്പോൾ താഴത്തുനിന്ന് സ്റ്റെപ്പ് അടിക്കാതെയും തുടക്കാതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുമ്മൽ ഈ ബ്ലാക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പൊടി ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനിപ്പോൾ മുകളിൽ ഒന്നും എന്നും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഒന്ന് തുടക്കുമ്പോഴൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ അതൊരു വൃത്തിയാണ് കാണുമ്പോൾ. പിന്നെ ക്ലീനിങ്ങിനൊക്കെ ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കും. ഓരോരോ കുക്കിങ്ങിനായാലും ക്ലീനിങ്ങിലൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വൃത്തി തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് പണിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ക്ലീനിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് നമ്മൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. പരത്തിടാതെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു അടുക്കും ഒതുക്കത്തോടു കൂടിയാണ് വീട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ വീട്ടിൽ വിരുന്നേര് വന്നാലോ അല്ലെങ്കിൽ ആരും എപ്പോൾ കയറി വന്നാലോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. ഈ ടെൻഷൻ വരുന്നത് തുണികൾ അവിടെയും ഇവിടെയും കൂട്ടിയിടുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെയും ഇവിടെയും കൂട്ടിയിടുമ്പോൾ ഒന്നും ഒരു ഓർഡർ ഇല്ലാതെ ഒന്നിനൊരു യഥാസ്ഥാനം ഇല്ലാതെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ പരത്തിയിടുമ്പോഴാണ് നമുക്ക് ആരെയും പെട്ടെന്ന് കയറുമ്പോൾ ടെൻഷൻ വരുന്നത് കേട്ടോ. ടെൻഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരാൾ വീട്ടിൽ കയറി വന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വീട് മെസ്സേജ് എടുക്കുകയാണല്ലോ എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് ഇനിയിപ്പോൾ വിരുന്നേര് വന്നാലും വന്നില്ലെങ്കിലും ആര് വീട്ടിൽ കയറി വന്നാലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും അതിൻ്റെതായ ഒരു ഓർഡറിൽ നമ്മളെ വീട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുക്കിംഗ് ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പം നമ്മളെല്ലാം സമാധാനത്തോട് കൂട്ടിയാണ് അങ്ങനെ തുടക്കണത്. കുക്കിംഗ് ഞാനിന്ന് പുറത്തുനിന്നാണ് ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരും. മന്തി ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മതിയെന്ന് എഴുതി. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇന്ന് സംസാരിക്കാമല്ലോ. കിട്ടണം ഒരു സമയം നമ്മളിങ്ങനെ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് കുറച്ച് നേരത്തെ വരാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം ഇന്ന് സംസാരിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ ഞാൻ തുടക്കലും എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആങ്ങളയും നാത്തൂനും മോളും മോനൊക്കെയാണ്. പിന്നെ അടുത്ത് വരാനുണ്ട്. ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം വന്നിട്ടുണ്ട്. പിന്നെ വന്നതിന് ശേഷം നമ്മൾ കുറച്ചേരൊക്കെ സംസാരിച്ച് പിന്നെ കുട്ടികൾ തോട്ടക്ക് പോവുക കുളത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവർ തോട്ടക്കൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് തുണികളായിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് പരിപാടികളായി ഒരാഴ്ചയായിട്ട് ഒരു പരിപാടികൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഊരിയെടുക്കാറുണ്ട്. അപ്പോൾ പുതിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ. പുതിയ ഡ്രസ്സുകൾ ഞാൻ മെഷീനിൽ ഇടലില്ല. പുതിയ ഡ്രസ്സുകൾ നമ്മൾ ഒന്നുകിൽ ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കലാണ് ചെയ്യൽ. നമ്മൾ ഡ്രസ്സ് ഇട്ടാൽ മെഷീനിൽ ഇടലില്ല. അപ്പോൾ ഞാൻ കുളത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാറ്റുകൾ കഴുകാൻ അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ കഴുകാൻ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനൊക്കെ ഇങ്ങനെ ഊരിയെടുക്കാൻ നല്ല സുഖമായിട്ടുള്ളത് നമ്മൾ ആ കുളത്തിൽ നിന്ന് ഊരിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ സാധാരണ പുതിയ ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ
ഊരിയെടുക്കും. പിന്നെ നമ്മളിത് കംഫർട്ട് ഒരു ബക്കറ്റിക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് കൊണ്ട് മുക്കിയാണ്ട് എടുക്കും കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പുതിയ ഡ്രസ്സിൻ്റെ കഴുകൽ ഈ രീതിക്കാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഫേഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അലക്കൽ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അലക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഡ്രസ്സിൻ്റെ ഒക്കെ കളർ ഫേഡായി പോവാണ്, അങ്ങനെ കളർ മങ്ങി തുടങ്ങുകയാണ്, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കണ കമൻറ്റിനൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയൂട്ടോ മറുപടി. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കട്ടെ, പറയാം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ ഡ്രസ്സ് കളർ ഫേഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുമ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ കേട് വരുന്നുണ്ട്, അപ്പോൾ കളറൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മങ്ങുന്നുണ്ട്, നരക്കണുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിൽ ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സായാലും എന്ത് സാധനങ്ങളും അത് വൃത്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. നമ്മൾ കൂടുതൽ എപ്പോഴും കിച്ചണിലൊക്കെ എന്തെങ്കിലും ഒരു ടർക്കിയും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ആക്കണം കേട്ടോ. കൈ എന്തെങ്കിലും നനവുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൈമേൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് ഡ്രസ്സിൽ ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അത് നമ്മൾ അതിനായിട്ടൊരു ക്ലോത്തൊക്കെ കൊണ്ടുവച്ചിട്ട് ഡ്രസ്സ് എപ്പോഴും നല്ല വൃത്തിക്ക് ഇതാക്കുക, കൂടുതൽ അഴുക്കും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷീനിലൊക്കെ പെട്ടെന്ന് നമുക്ക് അലക്കിയെടുക്കാൻ കുറേ സമയം നമ്മൾ ഇട്ടിട്ട് കറക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പെട്ടെന്ന് നമുക്ക് അലക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കോട്ടൺ മെറ്റീരിയലുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് തന്നെ തിരുമ്പിയെടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ജോർജറ്റും ഡെൽറ്റ ക്രഷുമാണ് വീട്ടിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ കുറേ വർഷമായാലും എൻ്റെയിലൊന്നും ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ വേറെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 ട്രിപ്പൊക്കെ ആയിട്ട് അലക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ് നല്ലത്. അപ്പോൾ ഡ്രസ്സുകൾ കേട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ജോർജറ്റോ അല്ലെങ്കിൽ ഡെൽറ്റ ക്രഷോ കുറേ ടൈം നമ്മളിട്ട് കറക്കിയാലും അത് പ്രശ്നമില്ല, അതിൻ്റെ കളറിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ ഇത് കോട്ടൺ ഡ്രസ്സുകൾക്കാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ അത് കൂടുതൽ അഴുക്കും കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ കുറേ നമുക്ക് കളർ ഫേഡ് ആവാതെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഡ്രസ്സുകൾ ഒരിക്കലും ഉണക്കാനിടരുത്. നല്ല വെയിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കളർ ഫേഡാവും. അപ്പോൾ അധികം വെയിലില്ലാതെ ഒരു മീഡിയം വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ അയലൊക്കെ കെട്ടിയിട്ട് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും തണൽ ഭാഗത്തിട്ടിട്ട് ഉണക്കാൻ പറ്റുന്നിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് നല്ല വൃത്തിക്ക് ഇരിക്കുന്നതും കളർ ഫേഡ് ആവാതിരിക്കണമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരി കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടാവും കരുതുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഓരോന്നായിട്ട് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് കുളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായത് എൻ്റെ കൂടെ. അങ്ങനെ എല്ലാവരും കുളത്തിലൊക്കെ ഇറങ്ങി, അവരൊക്കെ എല്ലാവരും ഞങ്ങൾ കൂലിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുഡ് ഓർഡർ ആക്കിയതാണ്, മന്തിയാണ്, അൽഫാം മന്തിയാണ് ഇന്ന് ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തിട്ടാ. അത് കുറച്ചൊരു സമയത്ത് ഒരു മഴൻ്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ, അപ്പോഴാണ് ഞാൻ പോയിട്ട് അലക്കിയതൊക്കെ. പക്ഷേ നമ്മൾ ഈ മെഷീനിലിട്ടിട്ടൊന്നും ഞാൻ ഉണക്കലില്ല പുതിയ ഡ്രസ്സ്. അതുകൊണ്ട് ഞാൻ വെള്ളം കൊണ്ട് ഉറ്റി പോകാൻ വേണ്ടിയിട്ടാണ് പുറത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ടാൽ നേരിട്ടേ. അങ്ങനെ ഞാൻ പിന്നെ അത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചു. അപ്പോൾ ഇത് നമ്മളിതാ എന്താ പറയുക, പൂവട എന്ന് പറയട്ടെ നമ്മളവിടെ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ എന്തെങ്കിലും കൊണ്ടിക്കാൻ നിന്നപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എഴുതിയപ്പോൾ ചിക്കനും ഇതൊക്കെ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ കഴിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഉണ്ടാക്കാൻ വേണ്ടി അയച്ചില്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു ഞാൻ കുറേ ട്രഡീഷണലാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കുറേ മുന്നേ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ വർഷമായിക്കും കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ നല്ല രസമല്ലേ, ഒരുമിച്ച് നല്ല മഴ പെയ്യുന്നുണ്ട്, ചൂട് ചായൻ്റെ കൂടെയൊക്കെ അത് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇത് ഉണ്ടാക്കിയതാണ്. പിന്നെ രാത്രിയിലാണ് അവർ പോയിട്ടുള്ളത് കേട്ടോ. രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ എന്തായാലും അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.